ഹായ് 2025 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ബിൻഡു സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് ദിലീപ് നായകനായി എത്തിയ ചലച്ചിത്രം തിയേറ്ററിൽ ശരാശരി ശ്രദ്ധ പിടിച്ചുപറ്റിയ ചലച്ചിത്രം നിലവിലിപ്പോൾ C5 OTT-യിലേക്ക് എത്തിയിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർ C5 നിന്ന് നേരിട്ട് കാണുമല്ലോ. ചലച്ചിത്രത്തിന്റെ ചെറിയൊരു കഥാസംഗ്രഹം നമുക്ക് കേട്ടുനോക്കാം. വിശദമായ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് കഥാനായകൻ പ്രിൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് പ്രിൻസിന്റെ കല്യാണ ദിവസമായിരുന്നു. പ്രിൻസും കുടുംബവും മുഴുവൻ കല്യാണ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് വധു വരുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വധു എത്തിയിട്ടില്ല, അവളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രിൻസ് ആശങ്കാകുലനായി കാറിൽ തന്നെ തുടരുകയായിരുന്നു. കഥ എവിടെ നിന്നും കുറച്ച് നാളുകൾക്ക് മുമ്പിലേക്ക് പോകുന്നു. പ്രിൻസിന്റെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. പ്രിൻസിന് അച്ഛനും അമ്മയും 2 സഹോദരങ്ങളുമാണുള്ളത്. പ്രിൻസിന്റെ അച്ഛൻ ബേബി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അമ്മ ജാൻസി ഒരു ഹൗസ് വൈഫും. 3 ആൺമക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു പ്രിൻസ്. രണ്ടാമത്തത് ജിൻസ്, മൂന്നാമത്തെയാൾ ഷിൻസ്. ഇന്നത്തെ ദിവസം രണ്ടാമത്തെയാളായ ജിൻസിന്റെ വിവാഹമുറപ്പിക്കൽ ചടങ്ങ് നടക്കുകയാണ്. ഏറ്റവും ഇളയാളായ ഷിൻസാകട്ടെ നേരത്തെ തന്നെ പ്രേമിച്ച് വിവാഹം കഴിച്ചിരുന്നു. അവർക്കൊരു കുട്ടിയുമുണ്ട്. ഏറ്റവും മൂത്തവനായ പ്രിൻസിന്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അവരുടെ കുടുംബത്തെ അധികമൊന്നും പരിചയമില്ലാത്ത പുറമെയുള്ള ആളുകൾ എപ്പോഴും അതുകൊണ്ട് തന്നെ പ്രിൻസിന്റെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നു. പിന്നീട് കഴിഞ്ഞിട്ടില്ലെന്നറിയുമ്പോൾ എന്തുകൊണ്ടാ വിവാഹം നടക്കാത്തത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഉയരും. കാര്യമെന്തെന്നാൽ പ്രിൻസിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിണങ്ങിയ ഒരു പെണ്ണിനെ അവനിതുവരെ കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, പ്രിൻസ് തനിക്ക് താമസിക്കാൻ ഒരു മുറി പണിയാൻ വീടിനോട് ചേർത്തൊരു തറ കിട്ടിയെങ്കിൽ പോലും ആ മുറിയുടെ പണി പൂർത്തിയാക്കാൻ പോലും പ്രിൻസിന് കഴിഞ്ഞിട്ടില്ല. ഫാഷൻ ഡിസൈനറായ പ്രിൻസാണ് വീട്ടിലെ എല്ലാ ചെലവുകളും നോക്കുന്നത്. അനിയന്മാരുണ്ടെങ്കിലും അവരുടെ ചെലവുകൾക്കും കല്യാണ ചെലവുകൾക്കും പോലും പ്രിൻസിന് പണം മുടക്കേണ്ടി വന്നിരുന്നു. ഇളയ അനിയന്റെ വിവാഹം നടത്തിയത് പ്രിൻസ് ആയിരുന്നു. അവൻ തന്നെ ഇപ്പോൾ മൂത്ത അനിയന്റെ വിവാഹവും നടത്താൻ പോകുന്നു. പ്രിൻസിന്റെ ജീവിതം അനിയന്റെ കല്യാണ തിരക്കിലേക്ക് കടന്നു. കാര്യം ഓരോ തിരക്കിലും മുഴുകുമ്പോഴും പ്രിൻസിന്റെ ഉള്ളിൽ അവന്റെ വിവാഹം ആവാത്തതിന്റെ വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. പ്രിൻസിന്റെ വിവാഹം നടക്കുന്ന അനിയൻ ജിൻസ് ആകട്ടെ കുറെ നാളുകളായി ഗൾഫിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. വിവാഹം നടത്താനും മറ്റുമായിട്ടായിരുന്നു അവൻ നാട്ടിൽ വന്നത്. കുറച്ചു കാലമായി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ നിൽക്കുന്ന അവന്റെ ചെലവുകൾക്ക് പോലും പ്രിൻസിന് പണം മുടക്കേണ്ടിയിരുന്നു. അത്രയും കാലം ജിൻസും പ്രിൻസും ഒരു റൂമിലാണ് കിടന്നിരുന്നത്. ജിൻസിന്റെ വിവാഹം കഴിഞ്ഞതോടെ ആ മുറി പൂർണ്ണമായും ജിൻസ് കൈയേറി. അതോടെ കിടന്നിരുന്ന മുറി വരെ പ്രിൻസിന് നഷ്ടപ്പെട്ടു. പ്രിൻസ് അതോടെ അച്ഛന്റെയും അമ്മയുടെയും മുറിയിലായി. അവരുടെ നടുവിലായി കൊച്ചുകുട്ടികൾ കിടക്കുന്ന പോലെ അവൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ പ്രായമേറിയ മാതാപിതാക്കളുടെ കൂർക്കമ്പലിയും മറ്റും കാരണം അവന് ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കഥ അവിടെ നിന്നും സഫിയ എന്നും അനിലെന്നും പേരുള്ള ദമ്പതിമാരിലേക്ക് തിരിയുന്നു. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അവർക്ക് മക്കളില്ല. രണ്ടുപേരും ഒന്നിച്ച് അവരുടെ വീട്ടിലൂണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ രാവിലെ പ്രിൻസിന്റെ ബൊട്ടീക്കിൽ ക്ലീനിംഗ് ജോലിക്കും മറ്റുമായി സഫിയ എത്തും. സഫിയ പതിവ് പോലെ ബൊട്ടീക്കിലേക്ക് എത്തി. അതേ ബൊട്ടീക്കിലായിരുന്നു പ്രിൻസിന്റെ സുഹൃത്തും ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നവനുമായ കൃഷ്ണകുമാർ ജോലി നോക്കിയിരുന്നത്. KK എന്നായിരുന്നു പ്രിൻസ് അയാളെ വിളിച്ചിരുന്നത്. പ്രിൻസ് ആ നാട്ടിൽ അത്യാവശ്യം തന്റെ പ്രൊഫഷണൽ ഫേമസ് ആയിരുന്നു. മികച്ച ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെയാണ് പ്രിൻസ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാപനത്തിൽ അത്യാവശ്യം കച്ചവടവും ഉണ്ടായിരുന്നു. സഫിയയും KKയും അടക്കം പ്രിൻസിന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ കല്യാണം ആലോചിച്ചെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. പ്രിൻസ് ഓരോ പെൺകുട്ടിയെ കാണുമ്പോഴും അവളെപ്പറ്റി എല്ലാം അന്വേഷിക്കും. ഒടുവിലൊന്നും പറ്റില്ല എന്ന് വെക്കും. ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ എല്ലാ വിവരവും അന്വേഷിച്ച് ഒത്ത പെൺകുട്ടിയെ നോക്കാൻ നിന്ന നിന്റെ കല്യാണമേ നടക്കാൻ പോകുന്നില്ല എന്നൊരിക്കൽ സഫിയ പ്രിൻസിനോട് പറയുന്നു പോലുമുണ്ട്. അന്ന് പ്രിൻസസ് എന്ന പ്രിൻസിന്റെ സ്ഥാപനത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ സഫിയ തന്റെ വീട്ടിലെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. വീട്ടിലൂണിൽ ഭക്ഷണം കഴിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. എല്ലാവരെയും സ്വന്തം വീട്ടുകാരെ പോലെ പരിഗണിച്ചായിരുന്നു സഫിയ ഭക്ഷണം വിളമ്പിയിരുന്നത്. അന്ന് ഭക്ഷണം കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ ശില്പ എന്ന് പറയുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയും അവളുടെ കാമുകനും ഉണ്ടായിരുന്നു. അവളുടെ കാമുകൻ അവളോട് അന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ കൂടെ വരാൻ വീട്ടിൽ പറയാൻ ആവശ്യപ്പെട്ടു. അത് പറ്റില്ല എന്നൊക്കെ ശില്പ അപ്പോ പറയുന്നുമുണ്ട്. സഫിയ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. സഫിയ അന്ന് ശില്പയ്ക്ക് അടുത്തു ചെന്നപ്പോ നിനക്കിന്ന് ക്ലാസ്സില്ലേ, ക്ലാസ്സിൽ പോയിട്ട് വേഗം വീട്ടിൽ പോവാൻ നോക്ക് എന്നൊക്കെ അവൾ ഉപദേശിച്ചു. KKയും പ്രിൻസും പ്രിൻസിന്റെ കല്യാണത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് പെൺകുട്ടികളെ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതും കൊണ്ടാ നിന്റെ കല്യാണം നടക്കാത്തത് എന്ന മട്ടിൽ KK പ്രിൻസിനോട് പറഞ്ഞപ്പോ എന്റെ പ്രധാന പ്രശ്നം ഇപ്പൊ എന്റെ കിടപ്പുമുറിയാണ് എന്നായിരുന്നു പ്രിൻസ് പറഞ്ഞത്. ജിൻസ് നാട്ടിൽ നിന്ന് പോയിട്ട് വേണം എന്റെ മുറി എനിക്ക് തിരിച്ചു വാങ്ങിക്കാൻ എന്നുവരെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അന്ന് പ്രിൻസ് തന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തുമ്പോ അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്നു. ഇതെന്താ സംഭവം എന്ന് പ്രിൻസ്
പ്രിൻസ് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ജിൻസിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണത്രേ. കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. അടുത്ത ചെലവും കൂടി വരികയാണല്ലോ. പ്രിൻസിന് നല്ല ദേഷ്യം തന്നെ വന്നു. ജിൻസിനെ വിളിച്ചുകൊണ്ട് പോയി. പ്രിൻസ് അത്യാവശ്യം ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കൊന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോടാ എന്ന മട്ടിലൊക്കെ ചോദിച്ചു. കാരണം അനിയന്മാരൊക്കെ കെട്ടി കുട്ടിയൊക്കെ കൂടിയാകുമ്പോ പ്രിൻസിന്റെ മേലുള്ള പ്രഷർ കൂടുവാണല്ലോ. പോരാത്തതിന് പൈസ ചെലവൊക്കെ കാണേണ്ടതും പ്രിൻസ് തന്നെയാണ്. ജിൻസിന് ഗൾഫിൽ പോവാനുള്ള ബാഗും ഗൾഫിൽ പോവാനുള്ള കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടായിരുന്നു പ്രിൻസ് വന്നത്. പക്ഷേ കുട്ടിയൊക്കെ ആവാറായപ്പോ അവൻ പറയുന്നത് ഇനി താൻ പോകുന്നില്ലെന്നാണ്. അവിടുത്തെ ജോലിയുടെ കാര്യം ഏകദേശം കുഴപ്പത്തിലായിരിക്കുവാണത്രേ. അതോടുകൂടി തന്റെ റൂമിന് തിരിച്ചു കിട്ടാനേ പോകുന്നില്ല എന്ന് പ്രിൻസിന് മനസ്സിലായി. പ്രിൻസിന്റെ ജീവിതം അങ്ങനെ ബോറിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ബാങ്കിലൊരു കാര്യത്തിന് പ്രിൻസ് തന്റെ ബാങ്കിലേക്ക് എത്തുന്നത്. ബുട്ടീക്കിനടുത്തായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോ അവിടെ പുതുതായി ജോയിൻ ചെയ്ത് അന്ന എന്ന പെൺകുട്ടിയെ പ്രിൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അന്നയോട് പ്രിൻസിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു കൊടുക്കാൻ ബാങ്ക് മാനേജർ പറഞ്ഞു. അന്നയ്ക്കാണെങ്കിൽ അന്ന് ആദ്യ ദിവസമാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും ഒട്ടും പരിചിതമല്ല. ഏത് ഫോൾഡറിൽ നിന്നാണ് അതെടുക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഒടുവിൽ പ്രിൻസ് തന്നെ അന്നയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അന്നയെ കണ്ടപ്പോഴേ പ്രിൻസിന് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരുന്നു ക്ഷമയോടെ എല്ലാ താല്പര്യത്തോടെയും അന്നയ്ക്ക് മുമ്പിൽ അവനിരുന്നത്. അന്ന മറ്റൊരു നാട്ടുകാരിയാണ്. ജോലിക്കായി അന്ന് ജോയിൻ ചെയ്യാൻ വന്നതുകൊണ്ട് കൂടെ അമ്മയും ഉണ്ടായിരുന്നു. ഒപ്പം താമസിക്കാൻ വേണ്ട വസ്തുക്കളടങ്ങിയ ബാഗും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു താമസ സൗകര്യം കിട്ടിയിരുന്നില്ല. അന്നയുടെ അമ്മയാകട്ടെ ഒരു സിംഗിൾ മദറുമായിരുന്നു. എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുക എന്ന് അന്നയുടെ അമ്മ പ്രിൻസിനോട് ചോദിച്ചു. പ്രിൻസ് അങ്ങനെ അവരെ സഫിയത്തായുടെ ചെറിയ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോ പ്രിൻസിന് അന്നയെ ഇഷ്ടമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സഫിയ പ്രിൻസിനോട് ചെറിയ ആംഗ്യങ്ങളൊക്കെ കാട്ടുന്നുണ്ട്. ആ സമയത്താണ് അന്നയ്ക്ക് താമസ സൗകര്യം ലഭ്യമായിട്ടില്ല എന്ന സംസാരം വരുന്നത്. അതോടെ സഫിയ പ്രിൻസിനോട് നിനക്ക് പരിചയമുള്ള എവിടെയെങ്കിലും അവളെ ചേർക്കാൻ പറയുകയാണ്. അന്നയെയും പ്രിൻസിനെയും അടുപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു സഫിയ അത് പറഞ്ഞത്. അന്നയോട് പ്രിൻസിനും താല്പര്യമുണ്ടല്ലോ. പ്രിൻസും മുന്നിട്ടിറങ്ങി. ഒടുവിൽ പ്രിൻസിന് പരിചയമുള്ളൊരു ഹോസ്റ്റലിൽ പ്രിൻസ് തന്നെ ലോക്കൽ ഗാർഡിയനായി നിന്നുകൊണ്ട് അന്നയെ ചേർത്തു കൊടുത്തു. അന്നയ്ക്കും പ്രിൻസിനോട് സ്നേഹവായ്പകൾ തോന്നുന്നുണ്ട്. തിരികെ ബുട്ടീക്കിലെത്തിയിട്ടും പ്രിൻസിന്റെ മനസ്സിൽ അന്ന തന്നെയായിരുന്നു. അന്നയുടെ ചിത്രം വരയ്ക്കാനൊക്കെ പ്രിൻസ് ശ്രമിക്കുന്നുണ്ട്. അടുത്ത ദിവസം സഫിയ എത്തിയപ്പോ പ്രിൻസിനോട് സഫിയ പറഞ്ഞു, ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാ, അതിനെ കെട്ടാനുള്ള വഴി ആലോചിച്ചോ എന്ന്. പ്രിൻസിനും സന്തോഷമായി. അപ്പോഴാണ് അന്ന അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അന്നയ്ക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിൻസിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ അവൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചെത്തിയതായിരുന്നു അന്ന. അന്നയെ ഇംപ്രസ് ചെയ്യിക്കണമല്ലോ. പ്രിൻസ് തന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം അന്നയ്ക്ക് കൊടുത്തു. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തന്റെ നമ്പർ പ്രിൻസിന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടായിരുന്നു അന്ന അന്ന് അവിടെ നിന്ന് പോയത്. പോവാൻ നേരം സാറ് സിംഗിൾ ആണോ എന്നുകൂടി എന്നെ ചോദിക്കുന്നുണ്ട്. അതോടെ യെസ് പറഞ്ഞ പ്രിൻസ് അന്നയ്ക്ക് തന്നോട് ഇഷ്ടമാണ് എന്നുറപ്പിക്കുകയാണ്. പിന്നീട് പലതവണ ഇവർ ഒരുമിച്ച് കണ്ടു. പലയിടത്തും കറങ്ങി. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. ഇതെന്തായാലും നടക്കുമെന്ന് ഉറപ്പുപോലും പ്രിൻസിന് വന്നു. പക്ഷേ ഇൻട്രോവേർട്ടായ പ്രിൻസിന് അങ്ങോട്ടേക്ക് തുറന്നു പറയാൻ കുറച്ച് മടിയായിരുന്നു. അന്ന പ്രിൻസിനെ കാണുമ്പോഴൊക്കെ അവളുടെ അമ്മ പലപ്പോഴും ഉണ്ടാകും, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും. ഒരിക്കൽ ബുട്ടീക്കിൽ അന്ന ഡ്രസ് എടുക്കാൻ വന്നപ്പോ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. കെ പ്രിൻസിനോട് പറഞ്ഞു, അന്നയെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം അവളുടെ അമ്മയെ ഇംപ്രസ് ആക്കണമെന്ന്. അങ്ങനെയാണെ നിന്റെ റൂട്ട് ക്ലിയർ ആയിരിക്കും എന്ന് കെ പറഞ്ഞപ്പോ അന്നയുടെ മമ്മി ജെസിയെ നല്ലപോലെ കെയർ ചെയ്ത് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പ്രിൻസ് ശ്രമിച്ചു. ഒരു ദിവസം അന്ന പ്രിൻസിനോട് ചോദിച്ചു, കല്യാണത്തെക്കുറിച്ച് സാറിന്റെ സങ്കല്പം എന്താണെന്ന്. എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കണം, അത്രയുള്ളൂ എന്നായിരുന്നു പ്രിൻസ് പറഞ്ഞത്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പ്രിൻസിന്റെ ഉള്ളിൽ അന്നയോടുള്ള സ്നേഹം അങ്ങനെ നിൽക്കുന്ന കാരണം അതെങ്ങനെയെങ്കിലും തുറന്നു പറയാൻ തോന്നുകയാണ്. ഒരു ദിവസം രാത്രി കുറച്ച് മദ്യപിച്ചിട്ട് പ്രിൻസ് അന്നയോട് ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിച്ചു. ഫോൺ വിളിച്ച് അന്നയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കുറച്ചായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ് എന്ന രീതിയിൽ സാഹിത്യപരമായും ഒക്കെയും വലിയ തോതിൽ വിശദീകരിച്ചു പറഞ്ഞു. ഫോണിലൂടെ കുറെ ഉമ്മയും കൊടുത്തു. പക്ഷേ ആ സമയം പ്രിൻസ് നിൽക്കുന്നിടത്ത് ഒരു ട്രെയിൻ കടന്നുപോയിരുന്നു. ഒക്കെ പറഞ്ഞപ്പോ പ്രിൻസിനൊരു ആശ്വാസം തോന്നി. ഇനി അന്നയുടെ മറുപടി എന്താകും എന്ന മട്ടിലുള്ള ടെൻഷനും പ്രിൻസിനുണ്ടായിരുന്നു. അപ്പോഴാണ് അന്ന വിളിക്കുന്നത്. തലേന്ന് സാറ് വിളിച്ചു പറഞ്ഞതൊന്നും താൻ കേട്ടില്ലെന്നും ട്രെയിനിന്റെ ശബ്ദമായിരുന്നെന്നും ഒന്നും ക്ലിയർ ആയില്ലെന്നും എന്താ പറഞ്ഞത് എന്നും അന്ന ചോദിച്ചു. പ്രിൻസിനപ്പോഴായിരുന്നു സമാധാനമായത്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ പ്രിൻസ് ഒഴിഞ്ഞു മാറിയപ്പോ എനിക്ക് പ്രിൻസിനോട് പ്രധാനപ്പെട്ട ഒരു വിവരം പറയാനുണ്ടെന്നും നേരിട്ട് കാണാൻ പറ്റുമോ എന്നും അന്ന ചോദിച്ചു. തന്നോട് അന്ന ഇഷ്ടം പറയാൻ വരികയാണ് എന്നായിരുന്നു പ്രിൻസ് കരുതിയത്. അങ്ങനെ അന്ന പറഞ്ഞ ഇടത്തേക്ക് പ്രിൻസ് ചെന്നു. പ്രിൻസ് അവിടെ ചെല്ലുമ്പോൾ അന്നയുടെ മമ്മിയുമുണ്ട്. കല്യാണത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യും എന്ന രീതിയിലായിരുന്നു പ്രിൻസ് ഇരുന്നത്.
സംസാരിക്കുന്നതും സംസാരിച്ചു തുടങ്ങിയപ്പോഴും കല്യാണത്തിന്റെ കാര്യം തന്നെ ആയിരുന്നു. പക്ഷേ വിവരം അറിഞ്ഞപ്പോ പ്രിൻസ് ഞെട്ടിത്തെറിച്ചു പോയി. അന്ന പ്രിൻസിന് കല്യാണം ആലോചിച്ചത് അവളുടെ അമ്മയെയായിരുന്നു. പ്രിൻസിന് കുറച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മയുമായി പ്രിൻസ് ഓക്കെ ആയിരിക്കും എന്ന മട്ടിലായിരുന്നു അന്ന ചിന്തിച്ചത്. പോരാത്തതിന് കേക്കെ പറഞ്ഞ് അന്നയുടെ അമ്മയെ പ്രിൻസ് ഇംപ്രസ് ചെയ്യിക്കാനും നോക്കിയിരുന്നല്ലോ. അതൊക്കെ കണ്ടപ്പോ പ്രിൻസിന് അമ്മയോട് പ്രണയ താല്പര്യമുണ്ട് എന്നെ ചിന്തിക്കുകയും ചെയ്തു. ഒരിക്കലും പ്രിൻസ് സ്നേഹിക്കുന്നത് തന്നെയാണ് എന്നെ മനസ്സിലാക്കിയിരുന്നേയില്ല. പ്രിൻസ് ആകെ തകർന്നുപോയി. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ പോരുകയാണ്. ആ സംഭവത്തോടെ ഇനി കല്യാണം പോലും വേണ്ട എന്ന മട്ടിലേക്ക് പ്രിൻസ് എത്തി. കല്യാണ പരിപാടിയൊക്കെ ഇവിടെ വെച്ച് നിർത്തുക. ബാംഗ്ലൂരിൽ നിന്നും കുറച്ചു നാളുകളായി പ്രിൻസിന് ജോലി സംബന്ധമായും മറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടായിരുന്നു. അത് ഏറ്റെടുത്താലോ എന്ന മട്ടിൽ പ്രിൻസ് ആലോചിക്കുകയാണ്. അവിടുത്തെ ആ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു പ്രിൻസ് ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും ഏറെക്കുറെ 1 കൊല്ലത്തോളം പിന്നിട്ടിരുന്നു. ആ സമയത്തേക്ക് ജിൻസിന്റെ ഭാര്യ പ്രസവിച്ചു. ഇരട്ടക്കുട്ടികളായിരുന്നു. അനിയന്മാരുടെ ലൈഫൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പ്രിൻസ് മാത്രം എവിടെയും എത്താതെ നിൽക്കുന്നു. പ്രിൻസ് സാധാരണ മാട്രിമോണി പ്രൊഫൈൽ നോക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വളരെ യാദർച്ഛികമായി പ്രിൻസ് മാട്രിമോണി പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പോൾ 24 വയസ്സുള്ള ചിഞ്ചു റാണി എന്ന പ്രൊഫൈലിൽ നിന്നും ഒരു റിക്വസ്റ്റ് വന്നു കിടക്കുന്നു. പ്രിൻസിന് താല്പര്യം തോന്നി. അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് സംസാരിച്ചാലോ എന്ന് പ്രിൻസ് ചിന്തിച്ചെങ്കിലും കല്യാണമൊക്കെ വേണ്ടെന്ന് വെച്ചതല്ലേ, ഇനിയും നാണം കിടണ്ട എന്ന് വെച്ച് പ്രിൻസ് വേണ്ടെന്ന് വെച്ചു. അടുത്ത ദിവസം ചിഞ്ചുവിന്റെ മെസ്സേജ് പ്രിൻസിന് വരികയാണ്. പ്രിൻസിനോട് സംസാരിക്കണം എന്നായിരുന്നു മെസ്സേജ്. ബൈക്കിലായതുകൊണ്ട് പ്രിൻസിനപ്പോ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വണ്ടി നിർത്തി പബ്ലിക് ടോയ്ലറ്റിൽ കയറി പ്രിൻസ് സംസാരിക്കാൻ തുടങ്ങി. പ്രിൻസ് ആണെങ്കിൽ നല്ല ശബ്ദത്തിൽ കുറച്ച് ജാടയൊക്കെ ഇട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ വൈകാതെയാണ് മനസ്സിലായത് ഫോൺ വിളിക്കുന്നത് ആ മാട്രിമോണി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ചിഞ്ചുവിന്റെ ആന്റിയാണെന്ന്. പ്രൊഫൈലിൽ ചിഞ്ചുവിന്റെ ഫോട്ടോസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രിൻസ് ചിഞ്ചുവിനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വന്ന് അവളെ കാണാം എന്ന് ആന്റി പറഞ്ഞു. എന്തായാലും ബാംഗ്ലൂർക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുവാണല്ലോ, അതിനു മുമ്പ് ഒന്ന് പോയി കണ്ടേക്കാം എന്ന് പ്രിൻസും വിചാരിക്കുകയാണ്. കണ്ടിഷ്ടപ്പെട്ടാൽ കല്യാണം നടക്കും എന്നൊരു പ്രതീക്ഷ പ്രിൻസിനുണ്ടായിരുന്നു. പ്രിൻസ് ചിഞ്ചു റാണിയെ കാണാൻ തന്നെ പോയി. പ്രിൻസ് ചിഞ്ചുവിനെ കണ്ടതും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രിൻസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീട് കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. പ്രിൻസിന്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടു. പെണ്ണ് കാണലിന് വീട്ടിലെത്തിയപ്പോ ചിഞ്ചുവിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പ്രിൻസ് ചിഞ്ചുവിന്റെ മുറിയിലേക്ക് പോയി. കെ പറഞ്ഞതിന് പ്രകാരം ഒരുപാടൊന്നും സംസാരിക്കാതിരിക്കാൻ പ്രിൻസ് ശ്രദ്ധിച്ചിരുന്നു. ഈ സമയത്ത് ചിഞ്ചുവിന്റെ വീട്ടുകാര് ചിഞ്ചുവിന്റെ ഫോട്ടോ പ്രിൻസിന്റെ ഫാമിലിക്ക് അയച്ചു കൊടുത്തിരുന്നു. ചിഞ്ചുവിന്റെ ഫാമിലിയിൽ ഒരു കുട്ടി ചിഞ്ചുവിനെ കണ്ടതും നിങ്ങൾക്കാർക്കും ഇവരെ മനസ്സിലായില്ലേ എന്ന് മട്ടിൽ ചോദിച്ചു. പിന്നാലെ പറഞ്ഞു ചിഞ്ചു വളരെ ഫേമസ് ആയ ഒരു വ്ളോഗറാണത്രേ. ചിഞ്ചു ആ കുടുംബത്തിലേക്ക് വന്ന സൂപ്പർ ആയിരിക്കും എന്നുകൂടി ആ കുട്ടി പറഞ്ഞു. എല്ലാവർക്കും വലിയ താല്പര്യമായി. മറുവശത്ത് ചിഞ്ചു പ്രിൻസിനോട് വാതോരാതെ സംസാരിക്കുകയാണ്. താൻ വിചാരിച്ച പോലെ ചിഞ്ചു അത്ര ശാന്തയായ ഒരു പെൺകുട്ടിയൊന്നുമല്ല എന്ന് പ്രിൻസ് തിരിച്ചറിഞ്ഞു. പിന്നാലെ പ്രിൻസിനെ കല്യാണം ഓക്കെ അല്ലേ എന്ന് ചിഞ്ചു ചോദിച്ചപ്പോ അല്പം പേടിച്ചിട്ടാണെങ്കിലും പ്രിൻസ് ഓക്കെ പറഞ്ഞു. പറഞ്ഞതിന് പിന്നാലെ ചിഞ്ചു ഒളിപ്പിച്ചു വെച്ച തന്റെ ലൈവ് ക്യാമറ എടുക്കുകയാണ്. അവർ അത്ര നേരം സംസാരിച്ചതും മറ്റും ചിഞ്ചുവിന്റെ വ്ളോഗിംഗ് ചാനലിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെണ്ണുകാണൽ മുതൽ എല്ലാം തന്നെ ലൈവായി കാണിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ചിഞ്ചു ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനേറെ പറയുന്നു, പ്രേക്ഷകരോട് പ്രിൻസിനെ താൻ കെട്ടണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് പറയേണ്ടതെന്നും അതിനുവേണ്ടി താൻ ഒരു വോട്ടിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന മട്ടിൽ പറയുകയും ചെയ്തു. പ്രിൻസ് ആണെങ്കിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് ഷോക്കടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അവനൊരു പിടുത്തവും കിട്ടിയില്ല. മറുവശത്ത് പ്രിൻസിന്റെ വീട്ടുകാര് ലൈവ് കണ്ട് അതൊക്കെ കൗതുകത്തോടെ നോക്കിക്കാണുകയാണ്. അവർക്കതൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അവള് വീട്ടിൽ വന്ന അവളിലൂടെ തങ്ങളും ഫേമസ് ആകും എന്ന മട്ടിലൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും അതോടെ പ്രിൻസിന്റെ ജീവിതവും മാറി. ചിഞ്ചുവിന്റെ പേരിൽ പ്രിൻസും ഫേമസ് ആയി. യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസും ട്രോളും എല്ലാം അങ്ങ് ആരംഭിച്ചു. എവിടെ പോയാലും ചിഞ്ചുവിന്റെ ചെക്കൻ എന്ന മട്ടിലായിരുന്നു പ്രിൻസിനെ എല്ലാവരും നോക്കിക്കാണാൻ തുടങ്ങിയത്. വോട്ടിങ്ങിൽ എല്ലാവരും പ്രിൻസിനെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് കൂടുതലായി പറഞ്ഞതോടെ ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചു. കഥ പ്രസന്റിലേക്ക് വരുന്നു. അങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുകയാണ്. കല്യാണത്തിന്റെ അന്നുവരെ വ്ളോഗേഴ്സും മറ്റുമായി വലിയ ആർഭാടത്തോടെയായിരുന്നു വിവാഹം നടന്നത്. ഡാൻസൊക്കെ കളിച്ചാണ് വേദിയിലേക്ക് ചിഞ്ചു വന്നത് തന്നെ. പ്രിൻസിന്റെ വീട്ടുകാരൊക്കെ മുഴുവൻ എൻജോയ് ചെയ്യുമ്പോൾ തന്റെ ജീവിതം കൺമുമ്പിൽ മാറിമറിയുന്നത് കണ്ട് പ്രിൻസ് നെട്ടലോടിയിരിക്കുകയായിരുന്നു. കല്യാണ വീഡിയോക്കൊക്കെ ബില്യൺസ് ഓഫ് വ്യൂസ് ആയിരുന്നു അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവളുടെ കല്യാണം കവർ ചെയ്യാൻ മറ്റ് യൂട്യൂബേഴ്സും മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും മൊത്തം ക്യാമറകൾ അവരെ ചുറ്റിവളഞ്ഞിരിക്കുകയാണ്. പ്രിൻസിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒന്നും പറയാനും പറ്റുന്നില്ല. വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴോ ചിഞ്ചു പ്രിൻസിനെയും പൊക്കിയെടുത്ത് മാരേജ് ജമ്പെന്ന് പറഞ്ഞ് അടുത്തുള്ള ചെളിക്കുളത്തിലേക്ക് എടുത്തു ചാടി.
ഇതെല്ലാം തന്നെ കണ്ടന്റ് ആക്കിക്കൊണ്ട് വീഡിയോ അപ്ലോഡിംഗും ആരംഭിച്ചു. എല്ലാം തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ച വീഡിയോസായി മാറി. അങ്ങനെ ചിഞ്ചുവിന്റെ ഫസ്റ്റ് നൈറ്റ് ആയി. പ്രിൻസിന് ചിഞ്ചു അതും വീഡിയോ ആയി ചിത്രീകരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ ചിഞ്ചു അപ്പോൾ ക്യാമറയൊന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസിന് അടുത്ത് വന്ന് ചിഞ്ചു സംസാരിച്ചു. ക്യാമറയൊന്നും ഓണല്ല, പേടിക്കണ്ടെന്ന് ചിഞ്ചു പറഞ്ഞു. എന്നെ കണ്ടപ്പോ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പ്രിൻസ് ചോദിച്ചപ്പോ ചിഞ്ചു ഒന്ന് ആലോചിച്ചു പറഞ്ഞു, എനിക്ക് ഒരു മാസം ഏകദേശം 4 ഇവന്റുകളുണ്ട്. ഓരോ ഇവന്റിനും പോകുമ്പോൾ മേക്കപ്പിനും ഡ്രസ്സിനുമൊക്കെയായി ഒരുപാട് പണം വേണം. പ്രിൻസിനെ പോലെ ഒരു ഫാഷൻ ഡിസൈനറെ കെട്ടിക്കഴിഞ്ഞ ഈ ചിലവുകളൊക്കെ തന്നെ ഇല്ലാതാവുമല്ലോ. ഇതാവുമ്പോ പ്രിൻസിന്റെ ബൊട്ടീക്കിൽ നിന്ന് ഡ്രസ് എടുക്കാം, പ്രിൻസ് തന്നെ എന്നെ ഒരുക്കുകയും ചെയ്യും. എനിക്ക് വലിയ ലാഭമല്ലേ. അതൊക്കെ നോക്കിക്കൊണ്ടാ ഞാൻ പ്രിൻസിനെ സെലക്ട് ചെയ്തത് തന്നെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രിൻസിന് എനിക്ക് ഒരുപാട് ഇഷ്ടവുമായി. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. ചിഞ്ചു അത് പറഞ്ഞതും പ്രിൻസിന് സന്തോഷം തോന്നി. പിന്നാലെ ചിഞ്ചു കുളിക്കാൻ കയറി. ആ സമയം കല്യാണ വീഡിയോ ചോദിച്ച് ഒരുപാട് കോളുകൾ അവൾക്ക് വരുന്നുണ്ടായിരുന്നു. കൂട്ടുകാരും വിളിച്ചു. പ്രിൻസ് ആണെങ്കിൽ ഫസ്റ്റ് നൈറ്റിന് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഇറങ്ങി വന്ന ചിഞ്ചു ആകട്ടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു പോയത്. പ്രിൻസിന്റെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ കുളമായി. എന്തായാലും ചിഞ്ചു ജീവിതത്തിലേക്ക് വന്നതോടെ പ്രിൻസിന്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് പേഴ്സണൽ ലൈഫ് പോലും വ്ലോഗുകളിലൂടെ ലോകം മൊത്തം കാണുകയായിരുന്നു. ചിഞ്ചു ചെയ്യുന്ന പലതരം കോമാളിത്തരങ്ങളും പ്രിൻസിനെ കോമാളിയാക്കുന്നതും എല്ലാം തന്നെ പ്രിൻസ് സഹിക്കുകയായിരുന്നു. പ്രിൻസിന് ഒന്നും പറയാൻ പറ്റാത്ത പോലെ പ്രിൻസ് പെട്ടുപോയിരുന്നു. പക്ഷെ അപ്പോഴും ചിഞ്ചുവിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അവനൊക്കെയും സഹിച്ചുകൊണ്ടിരുന്നത്. ചിഞ്ചുവിന്റെ വ്ലോഗിങ്ങിലൂടെ പ്രിൻസിന്റെ അമ്മ കയറി സ്റ്റാറായി. അമ്മയുടെ കുക്കിങ്ങും അച്ഛന്റെ സംസാരവും ഒക്കെ ചിഞ്ചുവിന്റെ വ്ലോഗിങ്ങിൽ ഇടം നേടുകയും അവരുടെ ഫാമിലിയെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങുകയും ചെയ്തു. പുറത്തിറങ്ങിയാൽ പ്രിൻസിനെ ആളുകൾ ചുറ്റിവളഞ്ഞു തുടങ്ങി. സെലിബ്രിറ്റിയെ പോലെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. സഫിയത്തയുടെ കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പ്രിൻസിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ആ സ്കൂൾ വിദ്യാർത്ഥിനി ഉണ്ടല്ലോ ശില്പ, അവൾ പോലും ശ്രമിച്ചിരുന്നു. അവളുടെ കാമുകൻ അത് കണ്ട് ദേഷ്യപ്പെട്ട് അവളെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എല്ലാ കാര്യങ്ങളും കൊണ്ടും പ്രിൻസ് ഒരുപാട് തിരക്കിലാണ്. ഇതൊക്കെ സഫിയത്ത കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സഫിയ പ്രിൻസിനോട് പറഞ്ഞു, നീ ഇങ്ങനെ തിരക്കായിട്ട് നടക്കാണ്ട് ആ ചിഞ്ചുവിനെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോ. കല്യാണം കഴിച്ചുകൊണ്ട് വന്നതല്ലടാ. നല്ലൊരു കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ചിഞ്ചുവിനെയും കൂട്ടിക്കൊണ്ട് തന്റെ ഹണിമൂൺ ട്രിപ്പിന് പോവാൻ പ്രിൻസ് റെഡിയായി. എന്നാൽ പ്രിൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ചിഞ്ചും മിഥുനം സിനിമയിലെ പോലെ വീട്ടുകാരൻ മുഴുവൻ കൂട്ടിക്കൊണ്ട് ടൂറ് പോവാനായിരുന്നു പദ്ധതിയിട്ടത്. എല്ലാം അവൾക്ക് കണ്ടന്റുകൾ മാത്രമായിരുന്നു. യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. പ്രിൻസിന് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ ജിൻസിന്റെ ജോലിയാണെങ്കിലൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ജിൻസ് അങ്ങനെ വീട്ടിൽ ജോലിക്കൊന്നും പോവാതിരിക്കുന്ന കണ്ട് പ്രിൻസ് ഒരിക്കൽ അവനെ വഴക്ക് പറഞ്ഞു. അത് കേട്ട ചിഞ്ചു ആകട്ടെ ജിൻസിനോട് നിനക്ക് എവിടെ വേണമെങ്കിലും പോണമെങ്കിലും അതിനുവേണ്ട കാര്യങ്ങൾ താൻ ചെയ്തു തരാമെന്ന് അറിയിച്ചു. അങ്ങനെ തന്റെ ഇൻഫ്ലുവൻസർ പവർ ഉപയോഗിച്ച് ജിൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവനെ അവൾ കാനഡക്ക് പറഞ്ഞയച്ചു. പിന്നാലെയായിരുന്നു പുതിയ കാറൊക്കെ ചിഞ്ചു വാങ്ങുന്നത്. നല്ല വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ ഫാമിലി പൂർണ്ണമായും ചിഞ്ചുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ചിഞ്ചുവിന്റെ അങ്കിൾ മരിച്ചു എന്ന് പറഞ്ഞ് പ്രിൻസിന് കോൾ വരുന്നത്. ചിഞ്ചുവിനോട് അത് പറഞ്ഞ ചിഞ്ചു ഒരുപാട് വിഷമിക്കുമെന്നായിരുന്നു പ്രിൻസ് കരുതിയത്. പക്ഷേ ചിഞ്ചു ആദ്യം വിഷമിച്ച പോലെ കാണിച്ചെങ്കിലും പെട്ടെന്ന് അവളുടെ ഭാവം മാറി. അത് മികച്ച കണ്ടന്റ് ആണ്, എത്ര ദിവസത്തെ കണ്ടന്റാ കിട്ടുന്നത് എന്ന മട്ടിലായിരുന്നു അവളുടെ സംസാരമൊക്കെ. പ്രിൻസ് തന്നെ അത് കേട്ട് അതിശയിച്ചു പോയി. ചിഞ്ചുവിന്റെ കൂടെ ഇങ്ങനെ നടന്ന് തന്റെ ഷോപ്പിലുള്ള ശ്രദ്ധ മുഴുവൻ പ്രിൻസിന് പോയിരുന്നു. അവിടെ പല കാര്യങ്ങളും താറുമാറായി. കേക്ക് പല കാര്യങ്ങൾക്കും വിളിക്കുമ്പോഴും പ്രിൻസിന് ഫോൺ എടുക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. അധികം വൈകാതെയാണ് ചിഞ്ചുവിനൊരു കൂട്ടുകാരന്റെ കോൾ വരുന്നത്. അവളുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന കൂട്ടുകാരായിരുന്നു അവർ. അവരിൽ നിന്നും ഞെട്ടിക്കുന്നൊരു വിവരം ചിഞ്ചു പറഞ്ഞു. ട്രെൻഡിംഗ് ലിസ്റ്റിൽ നിന്ന് അവൾ താഴെ ഇറങ്ങിയിരിക്കുന്നു. മലബാർ മൊഞ്ചത്തി എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ട്രെൻഡിംഗ് നമ്പർ 1. ചിഞ്ചുവിന് അത് സഹിക്കാൻ പറ്റിയില്ല. വ്ലോഗിംഗ് ഭ്രാന്തമായി അവളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. സമയം അപ്പോഴേക്കും 3 ആയിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് പ്രിൻസ് അവളെയും കൂട്ടി സഫിയത്തായുടെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. അവരൊന്നിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. അങ്ങോട്ടിറങ്ങി ചെല്ലുമ്പോഴും ചിഞ്ചു ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ആളുകൾ അവരെ ചുറ്റിവളഞ്ഞിട്ടുമുണ്ട്. സഫിയ ചിഞ്ചുവിനോട് പറഞ്ഞു, കുറച്ചു നേരത്തേക്ക് ആ ഫോണൊന്ന് മാറ്റിവെക്ക്, അതിന് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ എന്ന്. ചിഞ്ചുവിന് അതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളൊന്നും പറഞ്ഞില്ല. ബാക്കി എല്ലാവരും പോയിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞ് സഫിയ മാറി. ആ സമയം ചിഞ്ചു പറഞ്ഞു, ഞാൻ എന്റെ ഫോണിൽ നോക്കുന്നതിന് സംസാരിക്കുന്നതിന് ഈ സ്ത്രീക്ക് എന്താ പ്രശ്നം? അത് സഫിയത്തൊരു തമാശ പറഞ്ഞതല്ലേ. പ്രിൻസ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവരിയ്ക്കുന്ന സമയമായി. ഈ സമയത്ത് വീണ്ടും ചിഞ്ചുവിനൊരു കോൾ വന്നു. അവൾ മാറി നിന്ന്
എന്തൊക്കെയോ തന്റെ കൂട്ടുകാരോട് കാര്യമായി പറയുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ചിഞ്ചു മൊത്തത്തിൽ ദേഷ്യത്തിലായിരുന്നു. അമ്മയോട് പോലും നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലുള്ള എല്ലാവർക്കും ഇവൾക്കിത് എന്തു പറ്റി എന്ന മട്ടിലായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ തന്റെ വീഡിയോസ് ഒക്കെ നോക്കിയിരുന്ന് അവളങ്ങ് കരച്ചില് തുടങ്ങി. മലബാർ മൊഞ്ചത്തെ ട്രെൻഡിങ് ആയി പോകുന്നത് അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രിൻസ് ആകട്ടെ ഇതൊക്കെ ശരിയാകും, നീ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട, ഞാനൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവളങ്ങ് പറഞ്ഞു. പ്രിൻസിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ലേ എന്നവൾ ചോദിച്ചപ്പോ ഞാനെപ്പോഴും നിന്നെയല്ലേ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ടുള്ളൂ എന്നായിരുന്നു അവന്റെ മറുപടി. പിന്നാലെ ചിഞ്ചുവിന് കിട്ടേണ്ട പ്രൊമോഷനൊക്കെ മലബാർ മുഞ്ചത്തിലേക്ക് പോയിരുന്നു. അതോടെ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. അതിന്റെ പേരിൽ അവൾ ഒരു വക്കീലിനെ പോയി കണ്ടു. വക്കീലിനടുക്കൽ തന്റെ പേരിൽ വെച്ചിരുന്ന ആഡ് മലബാർ മുഞ്ചത്തിക്ക് കൊടുത്തിരുന്നതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്യണം എന്ന മട്ടിൽ ചിഞ്ചു സംസാരിക്കുകയാണ്. മറുവശത്ത് പ്രിൻസിന്റെ ഷോപ്പിലാകട്ടെ വലിയൊരു പ്രശ്നം അരങ്ങേറുകയായിരുന്നു. കെ പ്രിൻസിനെ വിളിച്ചെങ്കിലും അവർ വക്കീൽ ഓഫീസിൽ ഇരിക്കുകയാണല്ലോ. ഫോൺ അടിച്ച് പ്രിൻസ് അത് എടുത്തതും വളരെയധികം ക്ഷുഭിതയായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് ചിഞ്ചു പ്രിൻസിനോട് സംസാരിച്ചു. ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞു. പ്രിൻസും ഒന്ന് ഞെട്ടി. വക്കീലിന് മുമ്പിലാകെ വല്ലാതായി ഫോൺ എടുത്തു വെച്ചു. കുറച്ചു കഴിഞ്ഞ് പ്രിൻസ് നേരെ വിവരമറിഞ്ഞ് ഷോപ്പിലേക്ക് ചെന്നു. അവിടെയാകെ പ്രശ്നം നടക്കുകയാണ്. ഒരാളുടെ മകളുടെ വിവാഹത്തിന് പ്രിൻസിന്റെ ഷോപ്പിൽ ഡിസൈനർ ഡ്രസ് ഓർഡർ ചെയ്തിരുന്നതാണ്. അതിന്റെ ഡെലിവറിയുടെ കാര്യത്തിൽ ആകെ പ്രശ്നമായിരുന്നു. പ്രിൻസ് പറഞ്ഞു, ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യും. ഏത് സമയത്തിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെയായിരുന്നു എന്റെ മോളുടെ വിവാഹം. അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ നിങ്ങൾ ഡിസൈൻ ചെയ്ത ഡ്രസ് ഇടണോന്ന്. അവസാനം ഏതോ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് കരഞ്ഞോണ്ടാ അവള് കല്യാണത്തിന് നിന്നത്. ആ അച്ഛൻ വളരെയധികം ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുകയായിരുന്നു. പ്രിൻസ് ഷോക്കായി പോയി. കാരണം ഇന്നേ വരെ പ്രിൻസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസ് കെയോട് ചോദിച്ചു, എന്നെ എന്തുകൊണ്ടാ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതിരുന്നതെന്ന്. കെ പറഞ്ഞു, നിന്നെ വിളിച്ചാ കിട്ടണ്ടേ? നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും നീ ഫോൺ എടുക്കുന്നില്ലല്ലോ. ചിഞ്ചുവിന്റെ പുറകെ പ്രിൻസ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഷോപ്പിൽ ഒരു കാര്യങ്ങളും പ്രിൻസ് നോക്കുന്നുണ്ടായിരുന്നില്ല. ചിഞ്ചുവിന്റെ കൂടെയുള്ള ഈ ജീവിതവും അവളുടെ പിന്നാലെയുള്ള നടത്തവും പ്രിൻസിന്റെ ബിസിനസിനെ തന്നെ ബാധിച്ചിരുന്നു. അന്ന് ആ അച്ഛനെ സമാധാനിപ്പിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞു വിട്ടു. കടയിലെ സ്റ്റാഫൊക്കെ പ്രിൻസിനോട് പറഞ്ഞു, നിനക്കിതിൽ പാഷൻ ഉള്ളത് കൊണ്ടാണല്ലോ നീ ഒരു ഷോപ്പ് തുടങ്ങിയത്. ഇത്രയും വലിയൊരു നിലയിലെത്തിയിട്ട് അത് ഈസിയായിട്ട് കളയാൻ നിൽക്കരുത്. നിന്നെ വിശ്വസിച്ച് ഇവിടെ ജോലി നിൽക്കുന്ന എല്ലാവർക്കും ഓരോ കുടുംബമുണ്ട്. ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പറ്റിയ ഓരോരുത്തരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും അത് നന്നായി ബാധിക്കും. ആ സംഭവത്തിന് ശേഷം പ്രിൻസ് ആകെ ദുഃഖത്തിലായിരുന്നു. ബസ്സിൽ സഞ്ചരിക്കുമ്പോഴാണ് അടുത്തിരുന്നയാൾ ചിഞ്ചുവിന്റെ വീഡിയോ കാണുന്നത് പ്രിൻസ് ശ്രദ്ധിച്ചത്. ചിഞ്ചു വീഡിയോ ചെയ്തിരുന്നത് സഫിയത്തയുടെ വീട്ടിലൂണ് എന്ന ആ ചെറിയ സംരംഭത്തെ പറ്റിയായിരുന്നു. അവിടെ മുഴുവൻ വൃത്തിഹീനമായിട്ടായിരുന്നു ഭക്ഷണം വിളമ്പുന്നതെന്നും ഇതൊക്കെ കഴിച്ച് ആളുകൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന മട്ടിൽ ഏറെ നെഗറ്റീവായിട്ടായിരുന്നു സഫിയത്തയുടെ കടയെപ്പറ്റിയും സഫിയത്തയെ പറ്റിയുമൊക്കെ ചിഞ്ചു അതിൽ പറഞ്ഞിരുന്നത്. പ്രിൻസ് ഞെട്ടിത്തെറിച്ചുപോയി. കഥയാസമയം ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പ്രിൻസും ചിഞ്ചുവും കൂടി സഫിയത്തയുടെ കടയിലെത്തിയ സമയത്ത് അവൾക്ക് കോൾ വന്നവൾ മാറുന്നെന്ന് സംസാരിച്ചല്ലോ. ട്രെൻഡിങ്ങിൽ നിന്ന് അവൾ താഴെ പോകുന്ന കാര്യമായിരുന്നു ഫ്രണ്ട് പറഞ്ഞത്. എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിക്കണ്ട ചിഞ്ചു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് കയറാൻ ശ്രമിച്ചതായിരുന്നു അത്. പലരും അഭിപ്രായ വീഡിയോകളും ട്രോളുകളും ഒക്കെ ചെയ്തതോടെ സംഭവം വലിയ വൈറലായി. ചിഞ്ചു വീണ്ടും ട്രെൻഡിങ്ങിൽ കയറി. പ്രിൻസ് ആകെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ഇതൊക്കെ കണ്ട് സഫിയത്ത് വരെ പ്രിൻസിനെ വിളിച്ച് സംസാരിച്ചു. നിങ്ങളന്ന് വന്നപ്പോ മോളെ എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കടയിൽ നല്ല തിരക്കായിരുന്നില്ലേ? അതിനവൾക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടാകും. ഞാൻ സോറി പറഞ്ഞെന്ന് അവളോട് പറയണേ എന്ന് സഫിയത്ത പറഞ്ഞപ്പോ പ്രിൻസ് ആകെ തകർന്നുപോയി. മറുപടി പറയാൻ പോലും പ്രിൻസിന് പറ്റിയില്ല. പ്രിൻസ് എന്ന് ദേഷ്യത്തിൽ വിറച്ചായിരുന്നു വീട്ടിലെത്തിയത്. ചിഞ്ചുവിനോട് ദേഷ്യപ്പെടാൻ അവൻ ഒരുങ്ങി നിൽക്കുമ്പോഴേക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ചിഞ്ചു വന്നു. ചിഞ്ചു ഗർഭിണിയാണ് എന്ന് പ്രിൻസിനെ അറിയിച്ചു. അത് കേട്ടതും അവന്റെ ദേഷ്യമൊക്കെ അലിന്നില്ലാതായി. ചിഞ്ചുവിനൊപ്പം സന്തോഷം കുടുംബത്തോട് അവൻ പങ്കുവെക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അത്ര നേരം ഇമോഷണലായി നിന്നിരുന്ന ചിഞ്ചു പൊട്ടിച്ചിരിക്കാൻ ആരംഭിച്ചത്. പിന്നാലെ അവൾ ഒളിപ്പിച്ചിരുന്ന ക്യാമറ എടുത്തു. സംഭവം എന്തെന്നാൽ അതൊക്കെ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിഞ്ചു എല്ലാവരെയും പ്രാങ്ക് ചെയ്തതാണ്. ആ പ്രാങ്ക് വീട്ടിലുള്ള ആർക്കും പ്രിൻസിനും സഹിക്കാൻ സാധിച്ചില്ല. അന്ന് പ്രിൻസിന്റെ അമ്മയും പ്രിൻസിന്റെ അച്ഛനുമടക്കം ചിഞ്ചുവിന്റെ ആ പ്രവൃത്തിയെ വലിയ തോതിൽ കുറ്റപ്പെടുത്തി. പ്രിൻസും അവളെ ശകാരിച്ചിരുന്നു. നിനക്ക് പ്രാങ്ക് കളിക്കാനും കണ്ടന്റ് ഉണ്ടാക്കാനും ഉള്ളവരൊന്നുമല്ല ഞങ്ങൾ. നീ കാണിച്ചു കൂട്ടിയ കോമാളിത്തരത്തിന് കൂട്ടുനിന്നു കരുതി അത്
മുതലെടുക്കാൻ നിൽക്കരുത്. ചിഞ്ചുവിനും ദേഷ്യമൊന്ന് തിരിച്ചു പറഞ്ഞു. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ചിഞ്ചുവിന്റെ ഹസ്ബൻഡ് എന്താണ്? അത്രയേ ഉള്ളൂ. അത് കേട്ടതും പ്രിൻസിന് കനത്ത ദേഷ്യം വന്നിരുന്നു. അയാൾ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ ഫോൺ എടുത്ത് നോക്കിയ ചിഞ്ചു ഞെട്ടിപ്പോയി. ചിഞ്ചുവിന് ഒരുപാട് മെസ്സേജസും ഒക്കെ വന്നിരുന്നു. പ്രിൻസ് രാത്രിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. സഫിയത്തയുടെ വീട്ടിലൂണിനെ പറ്റിയായിരുന്നു അത്. അവിടെ നിന്ന് സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൂട്ടി സഫിയത്തയുടെ ഭക്ഷണം അത്രമേൽ വൃത്തിയുള്ളതാണെന്നും മികച്ച ഭക്ഷണമാണെന്നും സ്നേഹത്തോടെയാണ് അവർ പരിചരിക്കുന്നത് എന്ന കാര്യമൊക്കെ എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി പ്രിൻസ് പറഞ്ഞിരുന്നു. പിന്നെ ചിഞ്ചുവിനെ പോലെ ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അത് വിശ്വസിക്കാതെ നിങ്ങളായിട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അഭിപ്രായം പറയണം. ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായത്തെ നിങ്ങളുടെ അഭിപ്രായമാക്കി പറയരുത് എന്നൊക്കെ പ്രിൻസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതാണെങ്കിൽ വൈറലായി പോയിരിക്കുകയാണ്. അത് കണ്ടതും ചിഞ്ചുവിന് ദേഷ്യം വന്നു. പ്രിൻസ് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പുറത്തിരുന്ന പ്രിൻസിനടുത്തേക്കും അമ്മയ്ക്കടുത്തേക്കും അവൾ എത്തി. അത് തന്റെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത് എന്ന മട്ടിലൊക്കെ അവൾ ചൂടായി സംസാരിക്കുകയായിരുന്നു. എനിക്കൊരു വീഡിയോ ഇടാൻ ആരുടെയും പെർമിഷൻ വേണ്ടെന്നും ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്നും പ്രിൻസ് പറഞ്ഞു. മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്നോട് പ്രിൻസിന് ഈഗോ ആണ് എന്ന മട്ടിലായിരുന്നു അവളുടെ സംസാരമൊക്കെ. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് സംസാരിച്ച മതിയെന്ന് അവൾ പറഞ്ഞപ്പോ ദേഷ്യം വന്ന പ്രിൻസ് എഴുന്നേറ്റ് പോയി അവളുടെ പ്ലേ ബട്ടൺ എടുത്ത് എറിഞ്ഞുടച്ചു. ശേഷം പറഞ്ഞു, നിന്റെ ഫെയിമും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്റെ കൂടെ പേഴ്സണൽ ലൈഫ് വിറ്റിട്ടാണ് എന്ന് പറഞ്ഞ പ്രിൻസ് അവിടെ ഒരു സീൻ തന്നെ ഉണ്ടാക്കി. അവർ തമ്മിൽ വഴക്കായതുകൊണ്ട് ചിഞ്ചു അവിടെ നിന്നില്ല. തന്റെ സാധനങ്ങൾ എടുത്ത് തന്റെ വീട്ടിലേക്ക് പോയി. പ്രിൻസിന്റെ വീഡിയോ വൈറലായതോടെ എല്ലാവരും ചിഞ്ചുവിനെതിരെ തിരിഞ്ഞിരുന്നു. ചിഞ്ചു കള്ളമാണ് പറയുന്നതെന്ന രീതിയിൽ എല്ലാവരും കമന്റ് ഇട്ടതോടെ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളുടെ കൂടെ എപ്പോഴുമുള്ള ഫ്രണ്ട്സിനെ വിളിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ അവൾ പറഞ്ഞു. ആ പറഞ്ഞ ഹോട്ടലിൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടെന്ന് സ്ഥാപിക്കാനായിരുന്നു അവൾ പദ്ധതിയിട്ടത്. അതിന് കൂടെ നിൽക്കാൻ അവൾ തന്റെ ഫ്രണ്ട്സിനോട് പറയുകയും അതിനുവേണ്ട പദ്ധതി അവൾ തയ്യാറാക്കുകയും ചെയ്തു. സഫിയത്തയുടെ ഹോട്ടലിൽ എന്തെങ്കിലും മായം കലർത്തി ആർക്കെങ്കിലും വയറിനോ മറ്റോ ബുദ്ധിമുട്ട് വന്നാൽ ആ ഹോട്ടൽ മോശമാണെന്ന് സ്ഥാപിക്കപ്പെടുകയും ചിഞ്ചു പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അത്തരത്തിലൊന്നായിരുന്നു അവൾ പ്ലാൻ ചെയ്തത്. തന്ത്രപരമായി അത് പ്രവർത്തിക്കാൻ കൂട്ടുകാരോട് അവൾ പറയുകയും ചെയ്തു. അവരും അന്ന് ഓക്കെ പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ടിവിയിൽ വാർത്ത പ്രചരിക്കുകയാണ്. സഫിയയുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു പെൺകുട്ടി തീരെ സുഖമില്ലാതെ ആശുപത്രിയിലായെന്ന്. എപ്പോഴും സഫിയത്തയുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശില്പ എന്ന പെൺകുട്ടിക്കായിരുന്നു ബുദ്ധിമുട്ടായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അതോടെ ഫുഡ് പോയ്സൺ എന്ന പേരിൽ സഫിയത്തയുടെ ഹോട്ടലിനെതിരെ ഓൺലൈൻ ആക്രമണം ആരംഭിച്ചു. ചിഞ്ചു പറഞ്ഞിരുന്നത് ശരിയാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് ചിഞ്ചുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോകൾ നിറഞ്ഞു. ചിഞ്ചുവിനായി വീണ്ടും ഇന്റർവ്യൂ അവസരങ്ങൾ വരാൻ തുടങ്ങി. ഒരു പരിപാടിയിൽ വെച്ച് ചിഞ്ചു പറഞ്ഞു, അന്ന് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും എന്നെ നെഗറ്റീവ് പറഞ്ഞു. എന്നാൽ എന്റെ കൂടെ നിൽക്കാൻ മില്യൺ ആൾക്കാരുള്ളപ്പോൾ നെഗറ്റീവ് പറയുന്ന മറ്റാളുകളെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം? ഇപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാനെന്നും അവരുടെ കൂടെ ഉണ്ടാകും. ചിഞ്ചു അതൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ചിഞ്ചു പോവാൻ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചിഞ്ചുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഫുഡ് പോയ്സണായി കിടന്ന ശില്പ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചുവെന്ന്. അത് കേട്ടതും ചിഞ്ചു ആകെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ഒരിക്കലും ഒരാളെ കൊല്ലാനൊന്നും അവൾ ഉദ്ദേശിച്ചിരുന്നില്ല. അത് കേട്ട് അവൾ ആകെ ഡൗൺ ആയി പോയി. ശില്പയുടെ മരണം കൂടി സംഭവിച്ചതോടെ സഫിയയുടെ ഹോട്ടലിനെതിരെ പ്രതിഷേധം കനത്തു. ഹോട്ടൽ അടിച്ചു തകർക്കപ്പെട്ടു. അത്ര വർഷം കൊണ്ട് സഫിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒരു നിമിഷത്തിൽ ഇല്ലാതാകുന്നത് സഫിയക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പ്രിൻസ് സഫിയത്തയുടെ വീട്ടിലെത്തി. അവരെ ആശ്വസിപ്പിക്കാനായിരുന്നു പ്രിൻസ് എത്തിയത്. സഫിയയുടെ ഭർത്താവിനെ കണ്ട് സമാധാനിപ്പിച്ച് സംസാരിക്കുമ്പോ അകത്തുനിന്നൊരു സൗണ്ട് കേട്ടു. പ്രിൻസ് ഓടിച്ചെന്നപ്പോ സഫിയത്ത ആത്മഹത്യ ചെയ്യാൻ നോക്കുകയായിരുന്നു. സഫിയത്തയെ രക്ഷപ്പെടുത്തി അവരുടെ ആശുപത്രിയിൽ എത്തിച്ചു. കറക്റ്റ് സമയം എത്തിച്ചതുകൊണ്ട് മാത്രം സഫിയയുടെ ജീവൻ രക്ഷിക്കാൻ അവർക്കായി. അപ്പോഴും എല്ലാവരും സഫിയത്തയെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം സഫിയയുടെ നാടകമാണ് എന്ന മട്ടിലായിരുന്നു സഫിയത്തയുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായത്. ഇതൊക്കെ എന്താ കേക്കെ ഇങ്ങനെ എന്ന് പ്രിൻസ് നിലതെറ്റി കേക്കയോട് ചോദിച്ചു. ആരും സത്യമറിയാൻ ശ്രമിക്കുന്നില്ലെന്നും ആരൊക്കെയോ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അതിന്റെ പുറകെ പോവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ നാടകം മാറിപ്പോയി എന്നും കേക്കെ ആ സമയം പറഞ്ഞു. നീ ഇനി നാട്ടിൽ നിൽക്കണ്ട, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ജോലി സ്വീകരിച്ച് അങ്ങോട്ടേക്ക് പൊക്കോ എന്നായിരുന്നു കേക്കെ പറഞ്ഞത്. എല്ലാം അറിഞ്ഞ് ചിഞ്ചുവാകട്ടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. സഫിയത്തയെ കാണാൻ അവൾ ആശുപത്രിയിൽ വന്നു. അവിടെ പ്രിൻസിനെ കണ്ടതും അവളാകെ തകർന്ന് പ്രിൻസിനോട് താൻ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു. ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി താൻ ചെയ്തതല്ലെന്നും പക്ഷിയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നും അവൾ ഏറ്റുപറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞപ്പോ അവൾ വിറച്ചുകൊണ്ടിരുന്നപ്പോ അവളുടെ അവസ്ഥ കണ്ട് പ്രിൻസ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഒന്നിനും പേടിക്കണ്ടെന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നും പ്രിൻസ് അവളോട് പറഞ്ഞു. താൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും പ്രിൻസ് തന്റെ കൂടെ നിൽക്കുന്നത് കണ്ട് അവൾ
അത്ഭുതപ്പെട്ടിരുന്നു. അധികം വൈകാതെ ഈ സംഭവങ്ങൾ മൊത്തത്തിൽ മീഡിയ ശ്രദ്ധ പിടിച്ചുപറ്റിയതോടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം വന്നു. ആരോഗ്യമന്ത്രിയായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത്. ശില്പയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഫുഡ് പോയ്സൺ കാരണമായിരുന്നില്ല ശില്പ മരണപ്പെട്ടത്. അവളുടെ ശരീരത്തിൽ വിഷം ഉള്ളിൽ ചെന്നിരുന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ്. അതിന് കാരണമാകട്ടെ ആ പെൺകുട്ടിയുടെ ടോക്സിക് കാമുകനും. പോലീസിന് വേണ്ട തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞതോടെ മീഡിയക്ക് വ്യക്തമായ ഉത്തരം കിട്ടി. പ്രിൻസിന് അതൊക്കെ കണ്ടപ്പോ ആശ്വാസം തോന്നിയിരുന്നു. സഫിയയുടെ ഹോട്ടലിന് ഇതുമായി ബന്ധമില്ലേ എന്ന് മീഡിയ ചോദിച്ചപ്പോ കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്ന മീഡിയക്കെതിരെയും യൂട്യൂബേഴ്സിനെതിരെയും മന്ത്രി സംസാരിച്ചു. അവരുടെ ആ പ്രവണതയ്ക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തി. സത്യമറിയാതെ കേൾക്കുന്നത് വിശ്വസിച്ച് വാർത്ത പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് മന്ത്രി സംസാരിച്ചു. ഇതിനിടയിൽ സഫിയയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷിച്ചിറങ്ങിയ പോലീസ് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തതിനും ആത്മഹത്യയിലേക്ക് സഫിയയെ നയിച്ചതിന്റെയും പേരിൽ ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്തു. ചിഞ്ചുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനെത്തിയത് പ്രിൻസിന്റെ അച്ഛൻ ബേബിയായിരുന്നു. രാഷ്ട്രീയ ബലം ഉപയോഗിച്ച് അദ്ദേഹം ചിഞ്ചുവിനെ ഇറക്കി. ഇതിനിടയിൽ സഫിയക്ക് ബോധം തെളിഞ്ഞിരുന്നു. ചിഞ്ചുവിന് വേണ്ടി പ്രിൻസ് മാപ്പ് ചോദിച്ചു. സഫിയത്തക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ചിഞ്ചു വിട്ടയക്കപ്പെട്ടു. ചിഞ്ചു സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോ പ്രിൻസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചിഞ്ചുവിനടുത്തെത്തി പ്രിൻസ് പറഞ്ഞു, ഞാൻ എല്ലാം വിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. നമ്മൾ തമ്മില് ഒരിക്കലും ശരിയാകില്ല. നമ്മൾ ഒരുമിച്ചത് പരസ്പരമുള്ള ഇഷ്ടം കൊണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലെ വോട്ടിംഗ് കൊണ്ടല്ലേ. ഇപ്പോ പോലും നമുക്ക് ചുറ്റും ക്യാമറയുണ്ട്. പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ ഒരു സമയം പോലും നമുക്ക് പേഴ്സണൽ അല്ല, അത് മറ്റുള്ളവർക്ക് കണ്ടന്റും തമ്പനയിലുമൊക്കെയാണ്. ഇനി എല്ലാവർക്കും മുമ്പിൽ ഒരു കോമാളിയായി നിൽക്കാൻ എനിക്ക് വയ്യ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഫോണിൽ നിനക്കൊരു വിഷ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നീ നോക്കിയേ ഒരു റെസ്പോണ്ട് ചെയ്തില്ല. കാരണം നീ അത്രയ്ക്കും ബിസിയാണ്. നാഴികയ്ക്ക് 40 വട്ടം നീ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമായിരുന്നല്ലോ. നിനക്കൊരു പ്രശ്നം വന്നപ്പോ അവരൊക്കെ ഇപ്പോ എവിടെയാണ്? പ്രിൻസിന്റെ ചോദ്യങ്ങൾക്കും പറച്ചിലിനും ചിഞ്ചുവിന് മറുപടി ഉണ്ടായിരുന്നില്ല. നിന്നെ സംബന്ധിച്ച് നിനക്ക് വലുത് നീ മാത്രമാണ്. ആ നിനക്ക് വേണ്ടി നീ ഏതറ്റം വരെയും പോകും. ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഞാനൊരു ഫെയിലിയർ ആയിരിക്കും. പക്ഷേ ഒരു ഫ്രണ്ടായി എന്നും നിന്റെ കൂടെ ഉണ്ടാകും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പ്രിൻസിന്റെ ആ വാക്കുകൾ ചിഞ്ചുവിനെ വേദനിപ്പിച്ചിരുന്നു. അതും പറഞ്ഞ് പ്രിൻസ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവിടെ നിന്നും കാറിൽ കയറി പോകുമ്പോൾ ചിഞ്ചു പ്രിൻസ് അയച്ച ആനിവേഴ്സറി വിഷ് വീഡിയോ പ്ലേ ചെയ്തു. അതിൽ അവരൊന്നിച്ചുണ്ടായിരുന്ന മനോഹരമായ എല്ലാ നിമിഷങ്ങളും പ്രിൻസ് എഡിറ്റ് ചെയ്ത് കോർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ചിഞ്ചുവിന് വേദന തോന്നി. കുറ്റബോധം അവളുടെ ഉള്ളിൽ ഒരുപാട് വന്നു നിറഞ്ഞു. ആ വീഡിയോയിൽ ഒരു ക്ലിപ്പുണ്ടായിരുന്നു. ഒരിക്കൽ മദ്യപിച്ച് ബോധം മറന്ന സമയത്ത് ചിഞ്ചുവിനെ പ്രിൻസ് മുറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് ചിഞ്ചു പ്രിൻസിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രിൻസേട്ടായി എന്റെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല, എന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. അന്ന് അത് കേട്ട് സന്തോഷിക്കുന്ന പ്രിൻസിന്റെ മുഖവും വീഡിയോയിൽ കൃത്യമായി കാണാമായിരുന്നു. ചിഞ്ചു അത് കണ്ട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് പ്രിൻസ് ബാംഗ്ലൂർക്ക് പോവാൻ ബസ് കയറാൻ എത്തിയിരിക്കുകയാണ്. കെ ആയിരുന്നു പ്രിൻസിനെ ഡ്രോപ്പ് ചെയ്യാൻ എത്തിയത്. ബസ്സിൽ കയറി പ്രിൻസ് തന്റെ സീറ്റിലെത്തിയപ്പോൾ സീറ്റിനടുത്തായി ചിഞ്ചു ഇരിക്കുന്ന കണ്ടു. പ്രിൻസ് കെ നോക്കി. കാര്യം പ്രിൻസിന് മനസ്സിലായിരുന്നു. കെ ആയിരുന്നു ചിഞ്ചുവിനെ അവിടെ എത്തിച്ചതെന്ന്. ചിഞ്ചുവിന് കുറ്റബോധമുണ്ടായിരുന്നു. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണമെന്നും അത് മനസ്സിലാക്കി ഒന്നും അവളോട് പറയണ്ടെന്ന് പറഞ്ഞ് പ്രിൻസ് അവളുടെ അടുത്തിരുന്നു. നമ്മുടെ ജീവിതം ഇവിടെ തുടങ്ങുന്നേയുള്ളൂ എന്ന് പ്രിൻസ് അവളോടായി പറഞ്ഞു. അത് കേട്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ പഴയതെല്ലാം മറന്ന് അവർ പുതുജീവിതത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.